പ്രിയപ്പെട്ട കാസർഗോഡ് പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് സിജു, സെക്രട്ടറി പ്രദീപ്, മാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് ഈ തദ്ദേശീയം എന്ന പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യമായി കാസർഗോഡ് പ്രസ് ക്ലബിന് നന്ദി പറയുകയാണ്. ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഇന്ന് വളരെ പ്രമാദമായ ഒരു കാര്യം പുറത്തു വന്നിരിക്കുകയാണ്. മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്കും അന്നത്തെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിനും ED നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. EDയുടെ നോട്ടീസിൽ ഞങ്ങൾ വലിയ കാര്യമായി കാണുന്നില്ല. കാരണം ED ഇതിനു മുമ്പ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരുന്നു, ധനകാര്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തുണ്ടായപ്പോൾ അതിനെതിരായി നോട്ടീസ് അയക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. BJPയും CPMും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായി സ്വർണ്ണക്കള്ളക്കടത്ത് ആവിയായി പോയി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് തീർപ്പില്ലാതായി. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ഭായി ബന്ധം ED നോട്ടീസുകളെയൊക്കെ കാറ്റിൽ പറത്തി എന്നതാണ് സത്യം. അതേ ഒരവസ്ഥ ഇതിനും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലാണ്ട് സത്യസന്ധമായ ഒരു അന്വേഷണമാണെങ്കിൽ അതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. എന്താണ് ഈ മസാല ബോണ്ട്? മസാല ബോണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ റുപ്പിയിൽ കടപ്പത്രങ്ങൾ ഇറക്കുന്നതിനെയാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. ഇത് BJPയുടെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമാണ്. ഇവിടെ രാജ്യാന്തര നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി BJP ആവിഷ്കരിച്ച ഒരു നടപടിയാണ്. അതിന് പ്രത്യേകത ഇന്ത്യൻ കറൻസിയിൽ ബോണ്ട് ഇറക്കാൻ കഴിയും. അതാണ് ഈ മസാല ബോണ്ട് എന്ന് പറയുന്നത്. നരേന്ദ്രമോദി ലണ്ടനിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് ആദ്യമായി ഇത് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം അത് മുന്നോട്ട് വെച്ചത്. നരേന്ദ്രമോദി ചെയ്ത അതേ കാര്യമാണ് പിണറായി വിജയൻ കേരളത്തിലും ചെയ്തത്. അവിടെയാണ് ഇതിന്റെ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മസാല ബോണ്ടിലൂടെ അന്ന് ഞാനാണ് ഈ ഇഷ്യൂ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർത്തിപ്പിടിച്ചത്. ഈ മസാല ബോണ്ട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു ഇതൊരു വലിയ അഴിമതിയുടെയും കൊള്ളയുടെയും കഥയാണ് എന്നുള്ളത്. ഇത് മസാല ബോണ്ട് വാങ്ങാൻ പ്രൈവറ്റ് പ്ലേസ്മെന്റുമുണ്ട്, പബ്ലിക് പ്ലേസ്മെന്റുമുണ്ട്. പബ്ലിക് പ്ലേസ്മെന്റ് നടത്തിയത് മുഖ്യമന്ത്രി ലണ്ടനിൽ പോയി അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കിയത് 9.72%. അതേസമയം ലോകബാങ്ക് പലിശ 2.5%. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത 16 ഇന്ത്യൻ കമ്പനികൾക്ക് 5.5% മുതൽ 7.5% വരെ പലിശയ്ക്കാണ് മസാല ബോണ്ട് ഇറക്കിയത്. അപ്പോൾ കേരള ഗവൺമെന്റ് 9.72% കൊള്ളപ്പലിശയ്ക്കാണ് ഈ ബോണ്ട് ഇറക്കിയത്. ഇത് ആർക്ക് വേണ്ടിയാണ് ഇറക്കിയത്? അവിടെയാണ് എന്റെ ചോദ്യം. ഇത് മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ലിസ്റ്റ് ചെയ്ത് അവിടെ മണി അടിക്കുന്നതിന് മുൻപ് ഈ കച്ചവടം കേരളത്തിലും കാനഡയിലും നടന്നിരുന്നു. SNC ലാവലിൻ കേസുമായി ബന്ധമാണ് ഈ ഇടപാടുകൾക്ക്. 375 കോടി രൂപയുടെ അഴിമതി നടന്ന പ്രമാദമായൊരു കേസാണ് ലാവലിൻ കേസ്. അന്നത്തെ വൈദ്യുതി മന്ത്രിയും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായി പിണറായി വിജയൻ 7ാം പ്രതിയായി
സുപ്രീം കോടതിയിൽ ഈ കേസ് നിലനിൽക്കുകയാണ്. 41 തവണ ഈ കേസ് മാറ്റിവെച്ചതും മോഡിയും പിണറായിയും തമ്മിലുള്ള ബന്ധമാണ് എന്നാണ് പരക്കെ സംസാരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഇതുപോലെ 41 തവണ ഒരു കേസും മാറ്റിവെച്ചിട്ടില്ല. അത് വേറൊരു വിഷയം. ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുള്ള ഒരു കമ്പനിക്കാണ്, ആ കമ്പനിയുടെ പേര് CDPQ എന്നാണ്. കാനഡയിലെ ക്യൂബിക് പ്രവിശ്യയിൽ ഉള്ള ഒരു കമ്പനിയാണ് CDPQ. ആ CDPQ ആണ് ഈ ലാവ്ലിന് 20% ഷെയർ എടുത്തിട്ടുള്ളത്. ലാവ്ലിൻ കമ്പനി 40% ഷെയർ വിറ്റഴിച്ചപ്പോൾ 20% വാങ്ങിയത്, ആ ഷെയർ വാങ്ങിയത് CDPQ എന്ന് പറയുന്ന കാനഡയിലെ ക്യൂബിക് പ്രവിശ്യയിലെ ഈ കമ്പനിയാണ്. അപ്പൊ ലാവ്ലിനും CDPQവും തമ്മിലുള്ള ബന്ധം അതാണ്. ഈ CDPQവിനാണ് 9.72% ഇവര് മസാല ബോണ്ട് വിറ്റത്. അന്ന് തന്നെയാണ് എല്ലാ രേഖകളും പുറത്തു കൊണ്ടുവന്നതാണ്. ഇതിന്റെ CDPQവിന്റെ ഉദ്യോഗസ്ഥന്മാർ കാനഡയിൽ നിന്ന് കേരളത്തിൽ വന്നു, താജ് ഹോട്ടലിൽ താമസിച്ചു. കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തി. അങ്ങനെയാണ് മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ചതും പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെ അവർക്ക് നൽകാൻ ഉള്ള തീരുമാനം എടുത്തത്. അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ലോകത്താർക്കും ഈ ബോണ്ട് വിൽക്കാമെന്നാണ് പറഞ്ഞത്. അന്ന് തോമസ് ഐസക് പറഞ്ഞ CDPQ വാങ്ങിയെന്ന് ഞങ്ങൾ എന്ത് ചെയ്യും? ആർക്കും വിൽക്കാം, ഞങ്ങൾ ലിസ്റ്റ് ചെയ്താൽ ആർക്ക് വേണമെങ്കിലും വാങ്ങാം. പക്ഷേ പബ്ലിക് ഇഷ്യൂ ആയിട്ടല്ല, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്. അതാണ് എന്റെ പോയിന്റ്. ഇത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആയി CDPQ എന്ന് പറയുന്ന കാനഡയിലെ ലാവ്ലിൻ കമ്പനിയിൽ നിർണായകമായ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഷെയറുള്ള കമ്പനിയാണ് ഇത് വാങ്ങിയത്. അപ്പം ഇത് മറച്ചു വെക്കുകയായിരുന്നു. ഈ CDPQവിന്റെ മസാല ബോണ്ട് 9.72% പുറത്ത് മറച്ചു വെച്ചിട്ടാണ്, അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് ലണ്ടനിൽ പോയി മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ